എന്റെ കണ്ണ, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മുടെ നാട് വിട്ട് എവിടെയും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. കാരണം ഇവിടെ കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും എവിടെയും കിട്ടുന്നില്ലടാ. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അല്ല, അതിന് നീ ആകെ 2 മാസം കൊണ്ടായുള്ളൂ UK പോയിട്ട് തന്നെ. 2 മാസമായല്ലോ പോയിട്ട്, പക്ഷേ ഒരു ഭയങ്കര ഒരു ഇത്. പിന്നെ അവിടെ എനിക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം അവിടെ ഒരുമാതിരി വൃത്തിയിട്ട ക്ലൈമറ്റും അവിടുത്തെ ഒരുമാതിരി താറ ജോലികളും. അത് നല്ല ശമ്പളം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോയെ. ആ എനിക്ക് ആകെയുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടങ്ങ് പോയി. വീട് വിട്ടിട്ടില്ലേ പോയത്. അതെ, അതിരിക്കട്ടെ. ഇനി അതിന്റെ മ്യൂച്വൽ പ്ലാൻ എന്താ ഇനി? നമ്മുടെ പുഴക്കരയിൽ കുറച്ച് വസ്തുണ്ട്, ഒരു 10 സെന്റ് സ്ഥലം. ഞാൻ ഇവിടെ ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞു, അയാളൊരു പാർട്ടിയും കൊണ്ട് വരും. അപ്പോൾ അതൊരു 8.5 ലക്ഷം രൂപ വരെ പറഞ്ഞു. അത് കൊടുത്തിട്ട് ഞാൻ അടുത്ത ആഴ്ച ദുബായി പോവാ. ദുബായിക്കോ? ജീവിക്കണ്ടടാ. ഒന്നാമത് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം വീട് വിറ്റപ്പം വാടക വീട്ടിലോട്ട് മാറിയല്ലോ. ആ 8.5 ലക്ഷം രൂപ ഒരു 1 ലക്ഷം രൂപ വീട്ടിൽ കൊടുക്കണം. കാരണം വീട്ടിൽ ഒരുപാട് ചിലവുകളുണ്ട്. 1 ലക്ഷം രൂപ മതിയാവോ? ഞാൻ ജോലി ഇനി അവിടെ പോയി കണ്ടുപിടിക്കണം. അപ്പോൾ ജോലി ആയിട്ടില്ലേ? കാരണം ഈ പൈസ കൊണ്ടിട്ട് വേണം അവിടെ പോയി എൻ്റെ ചിലവുകളെല്ലാം നടത്താൻ. ഭയങ്കര പ്രയാസമാണ്. നീ വിചാരിക്കുന്ന പോലല്ല ജീവിതം. ജീവിതം ഈസി അല്ല. എത്തില്ല, ഇത്രയും കടവായി. ഞാൻ ഒറ്റ മോനെ, ഇതെല്ലാം ഇനി തീർക്കണം. ആ വസ്തുവിൻ്റെ ആൾ വന്നെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് കാണാം. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ദുബായി പോവാ. എങ്ങനെയെങ്കിലും ഈ പൈസ ഒന്ന് കിട്ടണം. കടങ്ങളൊക്കെ തീർക്കണോടാ. പോട്ടെ. അതല്ല എൻ്റെ ഡൗട്ട്, ഇവൻ ദുബായ് സൂഹിക്കാൻ പോകുന്നതാണോ അതോ വീടും സ്ഥലം തിരിച്ചെടുക്കാൻ പോകുന്നോ? ശരിയല്ലേ? എന്നാല്